സ്വന്തമായിട്ട് ഒരു ബിസിനസ് എന്നുള്ള ആഗ്രഹമായിട്ടാണ് ഇപ്പോഴും നാട്ടിൽ നിന്ന് നൂറുകണക്കിന് പേര് ഈ ഗൾഫ് നാട് വന്നിറങ്ങുന്നത്. പലരും സേഫ് സോണിൽ അങ്ങ് വർക്ക് ചെയ്ത് പോവുകയാണ്. കൃത്യമായി 28-ാം തീയതി 29-ാം തീയതി ശമ്പളം കിട്ടും, എന്തിനാണ് വേറൊരു റിസ്ക് എടുക്കുന്നത് എന്നുള്ള ചിന്തയാണ്. അപ്പോഴാണ് ഈ പറയുന്ന HP-യിൽ ഏതാണ്ട് അറിയാൻ പറ്റിയത് 3 മാസത്തിൽ ഒരിക്കൽ സാലറി ഇൻക്രിമെന്റ് ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ every 3 months. അപ്പൊ അത് വിട്ടിറങ്ങി സ്വന്തം ബിസിനസ് തുടങ്ങിയത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന കോൺഫിഡന്റ് റോയ് ആയി മാറിയത്. അതെ, ആ കോൺഫിഡന്റ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ നാട്ടിലില്ലേ? HP-യിൽ ലെവൽ 1, 2, 3, 4 എന്നിട്ട് റാങ്കിങ് ചെയ്യും. നിങ്ങൾ 5-ലാണെങ്കിൽ every 3 months you can get. So I used to be consistently in level 5. So that every 3 months that increment used to come. ഇപ്പൊ ഇതിന്റെ ഒരു കോൺവേഴ്സ് സൈഡ് ഞാൻ പറയാം. ഒരു ആന്റർപ്രണർ പുള്ളി സക്സസ്ഫുള്ളോ പുള്ളിക്കാർത്തിയോ സക്സസ്ഫുള്ളോ അൺസക്സസ്ഫുൾ ആണെങ്കിൽ ഒരു കാര്യം എവറി മന്ത് ഇറ്റ് വിൽ കം. അന്ന് നിങ്ങൾക്ക് ഉറക്കം ഉണ്ടാവില്ല. അതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു മാസത്തിൽ ഒരു ദിവസം അത് ഉണ്ടാവും, എല്ലാ മാസവും ഉണ്ടാവും. നിങ്ങൾ സക്സസ്ഫുൾ ആയാലും അൺസക്സസ്ഫുൾ ആയാലും ഊഹിക്കാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമോ? സാലറി ഡേ കറക്റ്റ് കണ്ട പുള്ളിക്കറിയാം. പുള്ളിക്ക് ടീമുണ്ട് തോന്നുന്നു. ആ സാലറി ഡേ എല്ലാവരുടെ ജീവിതത്തിലും വരുമല്ലോ, ഒരു ബിസിനസ്മാൻ്റെ ജീവിതത്തിൽ. അന്ന് ആ സാലറി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു പെയിൻ വേറെയാണ്. ഇപ്പം നിങ്ങൾ പറയുന്നില്ല ടീം ഷെയർസ് മൈ ഡ്രീം. സോറി ബ്രോ, ടീം വോണ്ട് സാലറി ഓൾസോ. അതെ, വെൻ ദേ ഗെറ്റ് ദ സാലറി ഓൺ ടൈം ദേ ഷെയർ യുവർ ഡ്രീം. അത് ദേ ജസ്റ്റ് വാക്ക് അവേ അല്ലേ? സോ ഐ എം എ ടീം വർക്കർ, ബട്ട് ഫാക്ട് ഇസ് എ ഫാക്ട്. നിങ്ങളുടെ എംപ്ലോയീസ് എന്തിനാണ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണേ? ഫോർ ദ മന്ത്ലി സാലറി. Because they don't know that they do not want to take the risk. Their house is running properly, their EMIs are being paid, kids are going to school. ആ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു കഴിവുള്ള ആളായിരിക്കണം ആൻട്രപ്രണർ ആവാൻ റെഡി ആയിട്ടുള്ള ആളാണ്. ഈ ഒരു പെയിൻ ഈസി അല്ലാട്ട്. ഇന്നും 25 കൊല്ലം കഴിഞ്ഞിട്ട് ഐ ഹവ് നെവർ ഡിഫോൾട്ടഡ് എ സിംഗിൾ സാലറി സിംഗിൾ ഡേ. കോവിഡ് സമയത്ത് ഞാൻ സാലറി ഇൻക്രിമെന്റ് ബോണസും കൂടി കൊടുത്ത ആളാണ്, ഫുൾ സാലറി. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു എംപ്ലോയി നിൽക്കുന്നതാണോ നല്ലത്? കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റും. ബിക്കോസ് ഐ വാസ് എൻ എംപ്ലോയി ഫോർ 7-8 years. ദെൻ ഐ ബിക്കം എൻ ആന്റർപ്രണർ. അപ്പോൾ ഈ സാലറി ഡേ ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വേണോ, ഇത് വേണ്ടായിരുന്നോ, വേണമായിരുന്നോ? മറ്റതൊരു 15-ാം തീയതിയൊക്കെ ആവുമ്പോൾ ഇനി 15 ദിവസം കൂടി ഉണ്ടല്ലോ സാലറി കിട്ടാന്നുള്ളതാണ്. നേരെ ഓണ്ടർപ്രണർ ആവുമ്പോൾ ഇനി 15 എന്നുള്ളൊരു ചിന്തയിലേക്കാണ് പോകുന്നത്. അതെ, അതിൽ പലപ്പോഴും ഞാൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ചോദിക്കും, ഇന്നലെയല്ലേ സാലറി കൊടുത്തത്? സാറേ ഒരു മാസം കഴിഞ്ഞു. നമ്മുടെ മനസ്സിലാ 30 ദിവസം